ഈ ചിഞ്ചു, നിന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഓടിക്കോ. ഈ മണ്ടന്മാരുടെ വിചാരം ഇത് പ്രേതമാണെന്നാ. എടി ചിഞ്ചു, ആമി, ദേവു, ഇനി നിങ്ങൾക്കുള്ള പണിയാ അടുത്തത് വരാൻ പോകുന്നേ. നിങ്ങളുടെയൊക്കെ അഹങ്കാരം ഞാൻ ഇന്നത്തോടു കൂടി തീർക്കും. എല്ലാവർക്കും ഫോട്ടോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോ ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? ഞാനിപ്പോ ചോദിക്കും, ഇനി അപ്പോ അറിയില്ല എന്ന് ആരും പറഞ്ഞേക്കരുത്. മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അല്ലേ? എന്നാ അതെ, അബു ഒന്ന് പറഞ്ഞേ, എന്താ ഫോട്ടോസിന്തസിസ് എന്നാല്? അബു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്നോടാ മിസ് ചോദിക്കുന്നേ. എന്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മിസ് ചോദിക്കുന്നേ? ആരോട് ചോദിച്ചു? അത് ശരി, അപ്പൊ ക്ലാസ് എടുക്കുമ്പോ നീ എവിടെ ശ്രദ്ധിച്ചിരിക്കായിരുന്നു? ഇതിനിവിടെ ക്ലാസ് എടുക്കേനു. അബു ചോദിച്ചത് കേട്ടില്ലേ? ഫോട്ടോസിന്തസിസ് എന്നാൽ എന്താണെന്ന് ചോദിച്ചേ, വേഗം പറ. അത് പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മള് ക്യാമറയും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചു. ഇത്രയും നേരം നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? വിഷ്ണു പറഞ്ഞേ. എനിക്കറിയില്ല മിസ്സേ. ഇത്രയും നേരം ഞാൻ എന്താ ഇവിടെ വായിട്ട് അലക്കിയേ? അറിയാത്തവരോട് പറയാൻ പറഞ്ഞില്ലേ? നിങ്ങളത് ഏത് ലോകത്താ ജീവിക്കുന്നേ? ഏതോ പ്രേതലോകത്താ ജീവിച്ചത് നിനക്കിപ്പോ മനസ്സിലായി. ദേവു, ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ, കുമാരൊന്ന് കേക്കട്ടെ. The process by which green leaves make food with the help of carbon dioxide and water in the presence of sunlight and chlorophyll is called photosynthesis. അബുവും വിഷ്ണു നന്നായിട്ട് കേട്ടല്ലോ. കേട്ടു ടീച്ചറെ. രണ്ടുപേരും നാളെ ഇത് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണം കേട്ടോ. ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എന്നാ മിസ്, ഞങ്ങൾക്ക് കളിക്കാൻ കുറച്ച് ടൈം തരുമോ? നിങ്ങൾക്കുള്ള കളി തന്നെയാ ഈ പേപ്പറിലുള്ളത്. എന്ത് കളി? ഇതേ ഒരു ട്രഷർ ഹണ്ട് ഗെയിമാ. ട്രഷർ ഹണ്ടോ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഞാൻ ഇതിൽ കുറച്ച് സൂചനകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് വെച്ച് എന്താണ് ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. ആരാണോ ആദ്യം നിധി കണ്ടെത്തുന്നത് അവരായിരിക്കും വിജയിക്കുക. എല്ലാവരും റെഡിയാണോ? ഏതായാലും ദൈവം എന്റെ കൂടെയാ. ഇവർക്കിട്ട് പണി കൊടുക്കാൻ ഇത് തന്നെ ഒരു അവസരം. അവരെ എങ്ങനെയെങ്കിലും ആ സ്റ്റോർ റൂമിലോട്ട് എത്തിക്കണം. എങ്കിൽ ദേ ഈ പേപ്പർ പിടിക്കൂ. ഇങ്ങോട്ടാ മിസ്സേ. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ? എന്നാ പിന്നെ ഗെയിം തുടങ്ങിക്കോ. ഇതിലെ രണ്ടാമത്തെ സൂചന എങ്ങനെയെങ്കിലും മാറ്റി എഴുതാൻ നോക്കണം. എന്താ ഇതിനൊരു വഴി? ഒരു ഐഡിയ ഉണ്ട് മിസ്സേ. എന്താ പിങ്കി? അതെ, ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാനതൊന്ന് തിരുത്തി എഴുതട്ടെ? ശരി, തെറ്റാതെ എഴുതണേ. ഇത് തന്നെ പറ്റിയ അവസരം കാണിച്ചു തരാൻ വേണ്ടി ചിഞ്ചു. എല്ലാരും നോക്കിക്കോ. ആദ്യത്തെ സൂചന കൊടുത്തിരിക്കുന്നത് പച്ചപ്പരവതാനി വിരിച്ച വിരിമാറിലായി പന്തുരുളും ശബ്ദം കേൾക്കും വിക്കിലായി ഓടിക്കളിക്കാൻ ഏറെയുള്ളൊരിടം, അവിടെയുണ്ട് നിങ്ങളുടെ ആദ്യ ലക്ഷ്യം. അതിപ്പോ എവിടെയാ? പച്ചപ്പരവതാനി എന്ന് പറഞ്ഞാൽ എന്താ? പന്തുരുളുന്ന ശബ്ദം കേൾക്കുന്നത് ഗ്രൗണ്ടിലല്ലേ? അതെ, വിഷ്ണു പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും. പച്ചപ്പരവതാനി വിരിച്ചതെന്ന് പറഞ്ഞാൽ പുല്ല് വിരിക്കുന്നത് ഗ്രൗണ്ടിലല്ലേ? എന്നാ വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, ഈ ഗ്രൗണ്ടിൽ എങ്ങനെ അന്വേഷിക്കാനാ? ഗ്രൗണ്ടിൽ എന്തൊക്കെയുണ്ടെന്ന് അത് നോക്കുക. ഗ്രൗണ്ടിൽ നിറയെ മരങ്ങളുണ്ടല്ലോ. ശരിയാ, ദേ ആ മരച്ചുവട്ടിൽ എന്തോ കാണുന്നുണ്ട്. വിഷ്ണു പറഞ്ഞത് ശരിയാണല്ലോ, അവിടെ എന്തോ കാണുന്നുണ്ട്, പോയി നോക്കാം. രണ്ടാമത്തെ സൂചന ഇവിടെ ഇരിപ്പുണ്ട്. സൂര്യൻ എത്താത്തൊരിടം, പൊടി പാർന്നൊരിടം, പഴയ സാധനങ്ങൾ മിണ്ടാതിരിക്കുകയും ഇരുട്ട് മൂടിയ ആ വലിയ മുറിക്കുള്ളിൽ ഞാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെ സ്ഥലപ്പ ഇവിടെ എവിടുന്നാ കണ്ടുപിടിച്ചാ? ഇത് തന്നെ അവസരം. ഇവരുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും മാറ്റിവിടണം. പൊടിയൊക്കെ പിടിച്ച് പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് സ്റ്റോർ റൂമിലല്ലേ? സ്റ്റോർ റൂമിലോ? എങ്കിൽ പറഞ്ഞത് ശരിയാ, പക്ഷേ മിസ് നമ്മളോട് അങ്ങോട്ട് പോകരുതെന്നല്ലേ പറഞ്ഞേ? അതെ, അവിടെ പഴയ സാധനങ്ങളൊക്കെ വെച്ചതാണെന്നും അങ്ങോട്ട് കയറുതരുതെന്നുമാണല്ലോ മിസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മിസ്സായിട്ട് എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കുക? അത് ശരിയാ, പക്ഷെ മിസ് ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ അങ്ങോട്ട് പോകണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടി പറഞ്ഞതാകും. പിങ്കി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്നാ പിന്നെ അങ്ങോട്ട് പോയി നോക്കാം. അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മിസ്സിനോട് പോയി ചോദിച്ചാലോ? അയ്യോ, അതെങ്ങനെ ശരിയാവാനാ? അപ്പൊ പിന്നെ നമ്മൾ ഗെയിമിൽ നിന്ന് പുറത്തായില്ലേ? അത് തന്നെയാ, എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് സ്റ്റോർ റൂമിലോട്ട് പോയി നോക്കാം. എന്നാ ഒന്ന് പോയി നോക്കല്ലേ ചിഞ്ചു? ശരി, നിങ്ങളെല്ലാരും പറയുന്ന സ്ഥിതിക്കിന് പോയി നോക്കാം. എന്താ പിങ്കി അവിടെ നിൽക്കുന്നേ? നമുക്കും പോവാം. മണ്ടന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്താ, അപ്പൊ നമുക്ക് ആദ്യം നിധി കണ്ടെത്തണ്ടേ? ഈ മണ്ടിമാരെ, അവിടെ ഒരു നിധിയും ഇല്ല, ഒരു കുന്തവും ഇല്ല. മിസ് പറഞ്ഞതല്ലേ, ഞാനേ അതിലെ സൂചന മാറ്റി എഴുതി, എന്നിട്ട് അവരെ സ്റ്റോർ റൂമിലോട്ട് പറഞ്ഞയച്ചതാ. എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. നിങ്ങൾ വെറുതെ അവരുടെ പിറകെ പോവാൻ നിൽക്കണ്ട. ഈ പിങ്കിയുടെ ബുദ്ധി അപാരം തന്നെ. പിന്നെ ഇവള് വല്ല പൊട്ടത്തരം ഒപ്പിച്ച് വെച്ച് കാണും. അതിൽ നിന്ന് അവര് കൂളായിട്ട് ഊരി പോരുകയും ചെയ്യും. നീ ഒന്ന് പോടാ, എനിക്ക് എന്നെ പറ്റി എന്തറിയാം? അവരിപ്പോ സ്റ്റോർ റൂമിൽ കയറി കാണും. എനിക്ക് എന്റെ പണി തുടങ്ങാനുള്ള സമയമായി. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. ചിഞ്ചു, എനിക്കെന്തോ ഇവിടെ ഒരു പേടി തോന്നുന്നു. ശരിയാണ്, ഇവിടെ എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ വെറും തോന്നലായിരിക്കും. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. നോക്ക് ചിഞ്ചു, എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഞങ്ങളെയും കൂടി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ തന്നെ ഞാനും വിഷ്ണു എന്ന പ്രേതത്തിന്റെ തൊള്ളിൽ നിന്ന് കഴിച്ചിലായതാണ്.
ഇതിന് നിങ്ങളോട് വരാൻ പറഞ്ഞേ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോകുന്നതല്ലേ? ഇത് പിന്നെ അവിടെ ഒറ്റക്ക് നിൽക്കാൻ പേടിയായോണ്ടാ നിങ്ങളെ കൂടെ പോകുന്നത്. നിങ്ങൾ ഇന്നലെ കണ്ട കാഴ്ച നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോണില്ല. ഇവിടെ പ്രേതമുണ്ട് എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ രണ്ടാളെ ഇതാ ഈ കണ്ണോട് കണ്ടതാ. ഇവിടെ ഒരു പ്രേതമില്ല, മണ്ണാങ്കട്ടയില്ല. നിങ്ങൾ ഓരോ കഥകൾ മെനയാൻ നിൽക്കണ്ട. ദേ ആ ട്രഷറി കിട്ടണമെങ്കിൽ വേഗം പോയിട്ട് തപ്പാൻ നോക്ക്. അയ്യോ, എന്താ ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? അപ്പളേ പറഞ്ഞില്ല ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഞാനും അപ്പവും പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. ഇനി ഇവിടെ കിടന്ന് അനുഭവിച്ചു. എവിടുന്ന ഈ വെളിച്ചം വരുന്നത്? ശരിയാ, ഇത്ര നേരം ഇവിടെ വെളിച്ചൊന്നും ഇല്ലായിരുന്നല്ലോ. ഓടിക്കോ, നമുക്ക് വേഗം പുറത്ത് കിടക്കാം. ശരിയാ, ഇവിടെ ഇനി അധിക നേരം നിൽക്കുന്നത് അത്ര ബുദ്ധിയല്ല. എല്ലാവരും വേഗം ഇവിടെ ഇറങ്ങാൻ നോക്ക്. ഇവിടെ നിന്ന് എങ്ങോട്ട് ഓടാനാ? ഇവിടെ ഡോർ അടഞ്ഞു കിടക്കുക. ഇനിയിപ്പോ എങ്ങനെ പുറത്ത് കിടക്കുക? എന്റെ കാലുമല എന്തോ തട്ടി. മിന ഒന്ന് തിരിഞ്ഞു നോക്കേ. ആ നോക്കൂല, എനിക്ക് പേടിയാ. നീ ഒന്ന് നോക്കടി, ഞാൻ എന്തിലോ ചവിട്ടിയിരിക്കണേ. ഇജെങ്കിലും ഒന്ന് നോക്കേ. എനിക്ക് പേടിയാ. ഞാൻ ആരും നോക്കൂലല്ലേ, ഞാൻ തന്നെ നോക്കിക്കോളാം. കുട്ടിപ്രേതം. ഈ സാധനത്തെ എങ്ങനെ വെച്ചുണ്ടാക്കണ്ടേ? നിങ്ങൾ എല്ലാരും കൂടി എന്ത് കാണാൻ നിൽക്കുക? വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാൻ പോകുന്നേ? ഇവിടെ നിന്നും മാത്രം പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവമേ, ഇനി അടുത്തതാരാ? അമ്മാ, പഠിച്ചോനെ. നിങ്ങൾ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്ന കരുതിയേ? അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. നിങ്ങൾ പാവങ്ങളാ, ഞങ്ങളൊന്നും ചെയ്യരുത്. അത് നല്ല തമാശ. ഇയാളോട് പാവം ആരാ നിങ്ങളോട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞത്? അത് പിന്നെ ഞങ്ങൾ ട്രഷർ ഹണ്ടിന് വേണ്ടിട്ട് വന്നതാ. ഞങ്ങൾ ഇവിടുന്ന് വേഗം പോയിക്കോളാം. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അത്ര പെട്ടെന്ന് നിങ്ങളെ ഇവിടെ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഓരോരുത്തരായിട്ട് നിങ്ങളെ രക്തം കുടിച്ചിട്ട് ഞാൻ ഇവിടെ വിടും. ചോര കുടിച്ചെന്നാ പറയേണ്ടത്. കേട്ടു. ഇവിടുത്തെ ഡോറ് തുറന്നിക്കണേ, എല്ലാരും ഇതിലേ മണ്ടിക്കോളി. എന്തമ്മാര് ഓടി രക്ഷപ്പെട്ടു. നീ അവരെ ഈ വഴിക്ക് കാണില്ല. ഈ പാവയെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഇനി ഈ മിറർ എടുത്ത് ഇവിടെ നിന്നും കൊണ്ടുവയ്ക്കാം. ഏതായാലും ആ ചിഞ്ചുവിന്റെയും ഗ്യാങ്ങിന്റെയും ശല്യം ഇനി ഉണ്ടാവില്ല. ഇതിന്റെയൊന്നും പിന്നിൽ ഞാനാണെന്ന് അവരൊരിക്കലും അറിയാനും പോകുന്നില്ല. ആരാ ഇവിടെ? അയ്യോ, സിന്ധു മാം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്റെ പ്ലാനിങ് മൊത്തം തകരും. ആരാ അവിടെ എന്നാ ചോദിച്ചേ? എന്താ ഇപ്പൊ ഒരു വഴി? പല പൂച്ചയുടെ പട്ടിയുടെ ഒക്കെ ശബ്ദം ഉണ്ടാക്കാം. അതാണെന്ന് കരുതി ടീച്ചർ അങ്ങോട്ട് പൊക്കോളും. ആ, പൂച്ചയായിരുന്നോ? ഞാൻ കരുതി ആരാ അതിനുള്ളിൽ കയറിയതെന്ന്. ആവു, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേഗം ഓടാൻ നോക്കട്ടെ. എന്റെ ദൈവമേ, ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും അബുവും പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വന്നപ്പോ പഠിച്ചല്ലോ. എന്നാലും നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നല്ല വിശ്വാസമായല്ലോ അല്ലേ? എനിക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഭയങ്കര തമാശ. അപ്പൊ എങ്ങനെയുണ്ട്? ചങ്കത്തെ വെള്ളം മീമ വെച്ചിരിക്കണല്ലേ? ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയൊക്കെ ഉണ്ടെന്ന് എത്ര വട്ടം ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും എന്റെ വർത്താനം ഒന്ന് കേട്ടാ? ഓക്കപ്പൊ എന്തേലും ഒരു പുച്ഛേനു. ഓറി അബു, അതിന് ഇത്രയ്ക്കൊക്കെ ഗൗരവം ഉണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞിരുന്നേലും ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നോ? ഇതിൽ ഇവിടെ എന്താ നടക്കണത്? ഇത് തന്നെ എനിക്കും സംശയം. ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ കുട്ടികൾ ക്യാമ്പിന് വരുന്നത്. ഇവിടെ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്നാ നമുക്ക് മിസ്സിനോടൊന്ന് പറഞ്ഞാലോ? ഇതിന് നമ്മുടെ കയ്യിൽ തക്കതായിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ പോയി പറയുന്നേ? ശരിയാ, ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് ആര് വിശ്വസിക്കാനാ? വിശ്വസിക്കും. എങ്ങനെ? ആര് വിശ്വസിക്കാനാ? അതിന് തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ. എന്ത് തെളിവ്? ഈ ടോർച്ച് ആർതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. സൂക്ഷിച്ചു നോക്കിയെല്ലാരും, എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോന്ന്? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ആരുടെ അടുത്ത്? പിങ്കിയുടെ അടുത്ത് അല്ലേ? പിങ്കിന്റെ കയ്യിൽ. കഴിഞ്ഞ ക്ലാസ്സിലെ നൈറ്റ് ക്ലാസ് ഉണ്ടായപ്പോ ടീച്ചർ ടോർച്ച് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ പിങ്കിയാ ഈ ടോർച്ച് കൊണ്ടുവന്നേ. ദേ അവളുടെ ടോർച്ചാ. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മളെ സ്റ്റോർ റൂമിൽ പോയില്ലേ, അവിടെ നിലത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് എടുത്തതാ. അപ്പൊ ഇതൊക്കെ അവളുടെ കളിയായിരുന്നോ? അവളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ടോർച്ച് അവിടെ വന്നെന്ന് കരുതി പിങ്കിയാണെന്ന് എത്ര ഉറപ്പ്? ടോർച്ച് മാത്രല്ല, അവിടെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. എന്ത് സാധനം? ഇങ്ങോട്ട് നോക്കി, ഈ ലൈറ്റ്. ഇത് ഞാൻ അവളെ റൂമിൽ കണ്ടിരുന്നു. അമ്പടി ഭയങ്കരി. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണല്ലോ അവളിതെല്ലാം ചെയ്ത് കൂട്ടിയേ. ഇത് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ആ പ്രേതത്തിന്റെ സൗണ്ട്? അതെനിക്കും തോന്നിയെന്നേ, ഓളെ സൗണ്ട് പോലെ. അവളെ നമുക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് ക്യാമ്പ് തുടങ്ങുമ്പോഴേ ഒരുക്കി കൂട്ടിയതാ ഇതൊക്കെ. ആഹാ, അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഓളെ കരണക്കുറ്റിടിച്ചൊന്ന് കൊടുത്തിട്ട് വരാം. എനിക്ക് പോകാൻ വരട്ടെ. എന്താ? അവൾ ഇത്രയും ദിവസം നമ്മളെ വെള്ളം കുടിപ്പിച്ചില്ലേ, ഇനി കുറച്ച് ദിവസമായി നമുക്ക് ഓളെ വെള്ളം കുടിപ്പിക്കാം. നമ്മൾ ഈ വിവരം അറിഞ്ഞതായിട്ടേ ആരും പുറത്ത് കാണിക്കരുത്. എന്നിട്ട് ഓക്കുള്ള പണി നമുക്ക് കൊടുക്കാം. ശരിയാ, അവള് ചെയ്തതിന്റെ പ്രത്യാഘാതം എന്താന്നേ അവളൊന്ന് അറിയട്ടെ. ഇങ്ങനെ പറഞ്ഞത് ശരിയാ. ഓളടിച്ച നായത്തെ തന്നെ അവളെ തിരിച്ചടിക്കണം. അപ്പൊ ഇനി നമുക്ക് അവളോടുള്ള റിവെഞ്ചിന്റെ പ്ലാനിങ് തയ്യാറാക്കാം.